താങ്കളിലേക്ക് വരാം. ശ്രീ ജോർജ് പുടിപ്പാറ, ഇവിടെ 2019 പ്രധാനമന്ത്രി ഇതേ മണ്ഡലത്തിൽ തന്നെ നടത്തിയ പ്രസംഗത്തിൽ നിന്ന് 2024 എത്തുമ്പോൾ അദ്ദേഹത്തിന് തന്നെ വിഷയങ്ങൾ അധികം അഭിസംബോധന ചെയ്യാൻ ഇല്ലാതെ പോകുന്നുണ്ടോ? അതാണ് ഒരു പക്ഷേ ഈ സംസ്ഥാന സർക്കാരിനെതിരെ അടക്കം ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. അതിപ്പോൾ സ്വർണ്ണക്കടത്ത് പോലെയുള്ള അഴിമതി ആരോപണങ്ങൾ, അതൊക്കെ നമുക്കറിയാം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഉൾപ്പെടെ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളാണ്. അതിനപ്പുറത്ത് കൂടുതൽ വിഷയങ്ങൾ കേരളത്തിൽ വന്ന് പറയാൻ പ്രധാനമന്ത്രിക്കടക്കം സാധിക്കാതെ പോകുന്നുണ്ടോ? അഭിലാഷിന്റെ ആ നിരീക്ഷണത്തോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുകയാണ്. സത്യത്തിൽ ഒരു ആവർത്തനം തന്നെയാണ് പത്തനംതിട്ടയിൽ കണ്ടത്. 5 വർഷം മുമ്പ് നടന്ന ആ പ്രസംഗത്തിന്റെ ഒരു ആവർത്തനം. അന്ന് ശ്രീ മോഹൻ തോമസ് വളരെ കൃത്യമായി നിരീക്ഷിച്ചതുപോലെ അന്ന് ശബരിമല വിഷയം ഇതിനേക്കാൾ കത്തി നിന്നിരുന്നൊരു കാലമാണ്. കേരളം ഘോഷയാത്രകളുടെ ആ ഒരു പരമ്പര കണ്ട് വിശ്വാസികൾ വല്ലാതെ വ്രണിത ഹൃദയരായിട്ട് ആ ഭരണകൂടത്തിനെതിരെ തിരിഞ്ഞൊരു കാലഘട്ടത്തിൽ അത് പരമാവധി BJPയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സുവർണാവസരമെന്ന് സാക്ഷാൽ ശ്രീധരൻ പിള്ള തന്നെ ഒരു പൊതുയോഗത്തിൽ അല്ലെങ്കിൽ പാർട്ടി യോഗത്തിൽ വിശേഷിപ്പിച്ച ആ ഒരു കാലഘട്ടത്തെ ആയിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ അത്രത്തോളം രാഷ്ട്രീയമായിട്ട് BJPക്ക് ഗുണം ചെയ്യുന്ന, അല്ലെങ്കിൽ അത്രത്തോളം ഹിന്ദുത്വം ഈ രാമക്ഷേത്രമൊക്കെ നിർമ്മിച്ചെങ്കിലും ശബരിമല സൃഷ്ടിച്ച പോലുള്ള ഒരു ആത്മീയ അന്തരീക്ഷം, ഒരു ഭക്തിയുടെ ഒരു അന്തരീക്ഷം, വിശ്വാസികളുടെ ഹൃദയത്തെ തരളിതമാക്കുന്ന വൈകാരികമായ ഒരു പരിസരം ഇന്ന് കേരളത്തിലില്ല എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞേ പറ്റൂ. എങ്കിലും മോദി കൃത്യമായി തന്നെ അത് ഉപയോഗിക്കുന്നു. ഇന്ന് അദ്ദേഹം പ്രസംഗം തുടങ്ങിയത് തന്നെ സ്വാമിയെ ശരണം അയ്യപ്പ എന്ന് വിളിച്ചുകൊണ്ട് വിശ്വാസികളുടെ ഹൃദയത്തെ തൊട്ടുണർത്തിക്കൊണ്ടുള്ള ഒരു പ്രസംഗമാണ് അദ്ദേഹം നടത്തിയത്. മാത്രമല്ല, ഇന്നത്തെ പ്രസംഗം പരിശോധിക്കുമ്പോൾ അദ്ദേഹം വളരെ 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 ഒരു രാഷ്ട്രീയക്കാരന്റെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രൗഡ് പുള്ളറുടെ എല്ലാ ശേഷിയും പ്രകടിപ്പിക്കുന്ന, അദ്ദേഹത്തെ കേൾക്കാനിരിക്കുന്ന മനുഷ്യരുടെ ഹൃദയത്തിലേക്ക് വല്ലാതെ തറഞ്ഞു കയറുന്ന, അവരുടെ ഹൃദയങ്ങളെ തൊട്ടുണർത്തുന്ന, പിടിച്ചു കുലുക്കുന്ന കാര്യങ്ങൾ. അത് വിശ്വാസപരമായിട്ടാണെങ്കിലും ശരി, വൈകാരികമായിട്ടാണെങ്കിലും ശരി, രാഷ്ട്രീയമായിട്ടാണെങ്കിലും ശരി, ദേശീയതയുടെ ആ ഒരു ചിന്ത ഇട്ടുകൊണ്ടാണെങ്കിലും ശരി, അതെല്ലാം വളരെ സമർത്ഥമായി ഏതാണ്ട് കൃത്യമായ അനുപാതത്തിൽ ഉപയോഗിച്ചുകൊണ്ടുള്ള വളരെ വളരെ ശക്തമായ ഒരു രാഷ്ട്രീയ പ്രസംഗം തന്നെയാണ്, ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രസംഗം തന്നെയാണ് പ്രധാനമന്ത്രി മോദി എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നു കേരളത്തിലെ നേതാക്കൾക്ക്, BJPയുടെ നേതാക്കൾക്ക് പോലും സാധിക്കാത്ത തരത്തിലുള്ള ഒരു പ്രസംഗം കൂടിയായിരുന്നു അത്. തീർച്ചയായിട്ടും ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്. നമുക്കറിയാം, ഇന്ത്യയിൽ നിന്ന് ഏറ്റവും വലിയ ക്രൗഡ് പുള്ളർ എന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരേ ഉള്ളൂ. അത് സാക്ഷാൽ നരേന്ദ്രമോദി തന്നെയാണ്. പല സ്ഥലത്തും ഇമ്പോസിബിൾ എന്ന് നമ്മൾ കരുതുന്ന പലതിനെയും സാധ്യമാക്കി തീർക്കുന്ന ഒരു ഇന്ദ്രജാലം മോദിക്കുണ്ട്. മോദി എന്ന് പറയുന്ന പ്രചാരകനുണ്ട്, മോദി എന്ന് പറയുന്ന നേതാവിനുണ്ട്. അത് നമ്മൾ എത്രയോ തവണ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും കണ്ടു, പല തെരഞ്ഞെടുപ്പുകളിലും കണ്ടു. പക്ഷെ മോദി പരാജയപ്പെട്ട തെരഞ്ഞെടുപ്പുകൾക്കും നമ്മൾ സാക്ഷിയാണ്. തെലങ്കാനയിൽ ഇതുപോലെ മോദി എത്രയോ റോഡ് ഷോകൾ നടത്തി. കർണാടകത്തിൽ മോദി എത്രത്തോളം, ബാംഗ്ലൂർ നഗരത്തിൽ മാത്രം എത്രയോ റോഡ് ഷോകൾ നടത്തി. ആ റോഡ് ഷോകളൊക്കെ പരാജയപ്പെട്ട് അതിനൊക്കെ അതിജീവിച്ചുകൊണ്ട് കോൺഗ്രസ് ജയിച്ചു വരുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. അമാനുഷനല്ല. അതുപോലെ തന്നെ എല്ലാ അത്ഭുതങ്ങളും മോദി വിചാരിച്ചാൽ നടക്കുമെന്ന് കരുതാനും വയ്യ. പക്ഷെ മോദി കേരളത്തിൽ ഇന്ന് പത്തനംതിട്ടയിൽ നടത്തിയത് അദ്ദേഹത്തിന്റെ ഏറ്റവും ശക്തമായ ആ ഒരു രാഷ്ട്രീയ ചാണക്യന്റെ മാന്ത്രിക വിദ്യയാണ് അദ്ദേഹം പുറത്തെടുക്കാൻ ശ്രമിച്ചത്. അതിന് നമുക്ക് സംശയമില്ല. പക്ഷെ പത്തനംതിട്ടയില് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അത്രത്തോളം അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടോ? 2-3 കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ പത്തനംതിട്ടയിൽ മോദി വിചാരിച്ചാലും ഒരു അത്ഭുതം നടക്കുമോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാരണം സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ സാക്ഷാൽ സുരേന്ദ്രൻ തന്നെയാണ്, BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെയാണ് അവിടെ സ്ഥാനാർത്ഥിയായി വന്നത്. അത്രത്തോളം ഏതായാലും ആ ഒരു ഇമേജിന്റെ കാര്യത്തിലായാലും ശരി, അതുപോലെ തന്നെ രാഷ്ട്രീയ പരിണത പ്രജ്ഞത ഒന്നും അനിൽ ആന്റണിക്ക് അവകാശപ്പെടാനില്ല. AK ആന്റണിയുടെ മകൻ എന്നൊരു മേൽവിലാസത്തിന് അപ്പുറത്ത് അദ്ദേഹത്തിന് രാഷ്ട്രീയമായ വലിയ ഭൂതകാലമോ അല്ലെങ്കിൽ ട്രാക്ക് റെക്കോർഡോ ഒന്നും ഇല്ലാത്ത ഒരു വ്യക്തിയാണ്. മാത്രമല്ല, മറ്റൊരു കാര്യം അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് തോന്നുന്നൊരു കാര്യം, ഈ നേരത്തെ ശ്രീ മോഹൻ തോമസ് കൃത്യമായി സൂചിപ്പിച്ചതുപോലെ പത്തനംതിട്ട എന്ന് പറയുന്നത്
ഒരു 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 കേരളത്തിലെ ക്രൈസ്തവ മണ്ഡലങ്ങളിൽ തന്നെ പ്രത്യേകതകളുള്ള ഒരു മണ്ഡലമാണ്. കേരളത്തിൽ മറ്റേത് ക്രൈസ്തവ മണ്ഡലം എടുത്ത് പരിശോധിച്ചാലും അവിടെയെല്ലാം ഈ പറയുന്ന കത്തോലിക്ക സഭയ്ക്ക് അല്ലെങ്കിൽ സീറോ മലബാർ സഭയ്ക്കോ അതും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇതിന് ഭൂരിപക്ഷമുള്ള മേഖലകളാണ് മറ്റേത് മണ്ഡലം എടുത്തു നോക്കിയാൽ. പക്ഷെ പത്തനംതിട്ട എന്ന് പറയുന്നത് സകലമാന ക്രൈസ്തവ സഭകൾക്കും ഏറെക്കുറെ പ്രാതിനിധ്യമുള്ള ഒരു സഭയാണ്. ഒരുപക്ഷെ കത്തോലിക്ക സഭയേക്കാൾ പ്രൊട്ടസ്റ്റന്റ് സഭകൾക്ക് മേധാവിത്വമുള്ള, മാർത്തോമാ സഭയ്ക്ക് വലിയ സ്വാധീനമുള്ള, മലങ്കര കത്തോലിക്ക സഭയ്ക്ക് വലിയ സ്വാധീനമുള്ള, അതുപോലെ തന്നെ പെന്തക്കോസ്ത് സഭകൾക്ക് വലിയ സ്വാധീനമുള്ള ഒരു മേഖലയാണ്. കത്തോലിക്ക സഭയ്ക്കും ചില മണ്ഡലങ്ങളിൽ നിർണായക സ്വാധീനമുണ്ട്. അപ്പോ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെ സ്വാധീനിക്കാൻ ഏറ്റവും അനുയോജ്യമായ ഒരു മണ്ഡലം അല്ലെങ്കിൽ ഒരു സ്ഥലം, ഒരു വേദി എന്ന് മോദിയും തിരിച്ചറിയുന്നുണ്ട്. അതല്ലാതെ മോഹൻദാസ് പറഞ്ഞതുപോലെ തന്നെ BJPക്ക് കേരളത്തിൽ വിജയിക്കണമെങ്കിൽ അവരുടെ പരമ്പരാഗതമായ ഹിന്ദു വോട്ട് ബാങ്ക് ഷെയർ മാത്രം കൊണ്ട് BJPക്ക് ആ ഒരു എന്താ പറയാ അത് മുറിച്ച് കടക്കാൻ പറ്റില്ല. ആ സർക്കിൾ, ആ വിഷ സർക്കിൾ അല്ലെങ്കിൽ ആ ഒരു കടമ്പ ചാടി കടക്കാൻ പറ്റില്ല, തട്ടി വീഴും. അപ്പോ ന്യൂനപക്ഷങ്ങളിൽ നിന്ന് വലിയ ഒരു സ്വിങ് BJPക്ക് അനുകൂലമായി ഉണ്ടാകാതെ ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കുക എന്ന് പറയുന്നത് കേരളത്തിൽ അത്ര എളുപ്പമല്ല. അത് സാധ്യമാക്കാനുള്ള ഒരു ശ്രമമാണ്, ഒരു തീവ്ര ശ്രമം. നേരത്തെ പറഞ്ഞ പോലെ ഒരു കലണ്ടർ വർഷത്തിൽ തന്നെ 4-5 തവണ പ്രധാനമന്ത്രി മോദി കേരളത്തിൽ എത്തുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അദ്ദേഹത്തിന്റെ മനസ്സിൽ ചിലത് കരുതിയിട്ടുണ്ട്. 400 എന്ന് പറയുന്ന മാന്ത്രിക സംഖ്യയിലേക്ക് അടുക്കാൻ കേരളത്തിൽ നിന്നും അക്കൗണ്ട് തുറന്നേ പറ്റൂ, ഇപ്പോഴില്ലെങ്കിൽ ഒരിക്കലുമില്ല എന്ന് മോദി തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് കൂടിയാണ് പത്തനംതിട്ട BJPയെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ മോദിയുടെ വരവും ഇന്ന് മോദി നടത്തിയ പ്രസംഗവും തീർച്ചയായിട്ടും വലിയ ലക്ഷ്യങ്ങളോടെ ഉള്ളതാണ്. അത് സാധ്യമാകുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. തീർച്ചയായും ശ്രീ ജോർജ് പൊടി പറഞ്ഞ താങ്കളിലേക്ക് വരാം. താങ്കൾ പറഞ്ഞ ഈ ന്യൂനപക്ഷങ്ങളെ അടക്കം വിശ്വാസത്തിലെടുക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ അത് ന്യൂനപക്ഷങ്ങൾ ഉൾക്കൊള്ളുമോ എന്നുള്ളത് സംശയമായി നിൽക്കുകയാണ്. അത് നമുക്ക് രണ്ടാം ഘട്ടത്തിലേക്ക് വരാം. ശ്രീ ജിൻഡോ